നവതിരുപ്പതി ക്ഷേത്രങ്ങളിൽ 5ഉം 6ഉം ക്ഷേത്രങ്ങളാണ് ഇരട്ടൈ തിരുപ്പതികൾ എന്നറിയപ്പെടുന്ന ക്ഷേത്രങ്ങൾ. തിരുത്തുളൈ വെല്ലിമംഗലം എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. പെരിങ്കുളത്തു നിന്നും ഏതാണ്ട് 6 കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടേക്കുള്ളത്. താമ്രപർണി നദിയുടെ വടക്കേക്കരയിൽ അടുത്തടുത്തായിട്ടാണ് ഈ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടം ചെറിയൊരു വനപ്രദേശമാണ്, ജനവാസം തീരെ കുറഞ്ഞ സ്ഥലം. നവഗ്രഹങ്ങളിൽ രാഹു, കേതു ഈ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ ക്ഷേത്രങ്ങൾ. 12 ആൾവാർമാർ ആരാധിച്ചിരുന്ന 108 വൈഷ്ണവ ദിവ്യദേശങ്ങളിൽ നമ്മ ആൾവാർ മംഗളശാസനം ചെയ്ത നവതിരുപ്പതി ക്ഷേത്രങ്ങളുടെ ഭാഗമായ ക്ഷേത്രങ്ങളാണിതെല്ലാം. ഇവിടെ വടക്കുഭാഗത്തെ ക്ഷേത്രത്തിൽ ഭഗവാൻ അരവിന്ദലോചനാർ എന്ന പേരിലും തെക്കുഭാഗത്തെ ക്ഷേത്രത്തിൽ ദേവപിരാൻ ശ്രീനിവാസ പെരുമാൾ എന്ന പേരിലുമാണ് ഭഗവാൻ അറിയപ്പെടുന്നത്. പുരാണങ്ങളിൽ കേദാരനിലയം എന്നാണ് ഈ ക്ഷേത്രങ്ങളെ വിശേഷിപ്പിക്കുന്നത്. നമ്മൾ ആദ്യം ചെല്ലുന്നത് വടക്കുഭാഗത്തെ അരവിന്ദലോചനാർ ക്ഷേത്രത്തിലാണ്. കേതുവിൻ്റെ ഭാവമാണ് ഈ ക്ഷേത്രത്തിന്. ശ്രീദേവിയും ഭൂദേവിയും കറുത്തടംകണ്ണി എന്ന പേരിലും വരഗുണവല്ലി എന്ന പേരിലും അറിയപ്പെടുന്നു. ശ്രീദേവിയോടും ഭൂദേവിയോടുമൊപ്പം ആദിശേഷന്റെ മുകളിൽ ഇരിക്കുന്ന രീതിയിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠ. കേതുദോഷത്തിൽ നിന്നും മുക്തി ലഭിക്കാൻ ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നു. പാണ്ഡ്യരാജാക്കന്മാർ നിർമ്മിച്ച ക്ഷേത്രമാണ്. ധാരാളം ശില്പങ്ങളും മറ്റും ഇവിടെയും കാണാം. തെക്കേ ക്ഷേത്രത്തിലെ ദേവപിരാൻ ശ്രീനിവാസ പെരുമാൾ ലക്ഷ്മി ദേവിയെ നെഞ്ചിലേറ്റി നിൽക്കുന്ന രീതിയിലുള്ള പ്രതിഷ്ഠയാണ്. ശ്രീദേവിയും ഭൂദേവിയും അലമേലുമങ്കയും പത്മാവതി അമ്മയുമാണ്. ചുറ്റും പൂന്തോട്ടവും ഗോശാലയുമൊക്കെയായി വളരെ വൃത്തിയായും ഭംഗിയായും ക്ഷേത്രം സംരക്ഷിച്ചിരിക്കുന്നു. തെക്കുവശത്തെ ക്ഷേത്രം താമ്രപർണി നദിയുടെ തൊട്ടുകരയിലാണ്. അഭിഷേകത്തിനും മറ്റും വെള്ളമെടുക്കുന്നത് നദിയിൽ നിന്നുമാണ്. കൂടാതെ ഇവിടെ ബ്രാഹ്മണർ കൂടുതലായുള്ള ഒരു സ്ഥലമാണ്. അഭിഷേകത്തിനും മറ്റും നദിയിൽ നിന്നും വെള്ളം ശേഖരിച്ചു കൊണ്ടുപോകുന്നതും കാണാം. ഒരിക്കൽ വിദ്യാധരൻ എന്നൊരു ഗന്ധർവനും പത്നിയും ഒരു സദസ്സിൽ വെച്ച് കുബേര ഭഗവാനെ വേണ്ടത്ര ബഹുമാനിക്കാത്തതിൽ കുപിതനായ കുബേരൻ ഇരുവരെയും ഒരു തുലാസം വില്ലുമായി മാറട്ടെ എന്ന് ശപിച്ചു. ശാപമോക്ഷത്തിനായി ദമ്പതികൾ അപേക്ഷിച്ചപ്പോൾ കാലങ്ങൾ കഴിഞ്ഞ് ഭൂമിയിൽ സുപ്രഭൻ എന്നൊരു മഹർഷി യാഗത്തിനായി ഭൂമി ഒരുക്കുന്നതിനായി കലപ്പ കൊണ്ട് മണ്ണ് ഉഴുതിമറിക്കുമ്പോൾ കലപ്പയിൽ തട്ടി തുലാസും വില്ലും ഉയർന്നു വരുമെന്നും മഹർഷി അത് കൈകളിലെടുക്കുന്ന സമയം നിങ്ങൾക്ക് ശാപമോക്ഷം ലഭിക്കുമെന്നും കുബേര ഭഗവാൻ ദമ്പതികളോട് പറഞ്ഞു. കാലങ്ങൾ കഴിഞ്ഞ് സുപ്രഭ മഹർഷി യാഗത്തിനായി ഭൂമി ഒരുക്കുമ്പോൾ തുലാസും വില്ലും കിട്ടുകയും മഹർഷി അത് കൈകളിലെടുത്ത സമയം ദമ്പതികൾ യഥാർത്ഥ രൂപം തിരിച്ചു കിട്ടി ശാപവിമുക്തരാവുകയും ചെയ്തു. അങ്ങനെയാണ് ഈ പ്രദേശത്തിന് തിരുത്തുളൈ വെല്ലിമംഗലം എന്ന പേര് ലഭിച്ചതും. സുപ്രഭ മഹർഷി യാഗം തുടങ്ങിയ സമയത്ത് ദേവന്മാർ പോലും ഹോമത്തിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു അത്രേ. യാഗാവസാനം മഹാവിഷ്ണു സുപ്രഭ മഹർഷിയുടെയും ദേവന്മാരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അവരെ അനുഗ്രഹിക്കുകയും ഇവിടെ കുടികൊള്ളുകയും ചെയ്തു. അതിനാലാണത്ര ഇവിടെ ഭഗവാൻ ദേവപിരാൻ എന്നുകൂടി അറിയപ്പെടുന്നത്. യാഗം പൂർത്തിയായതിനു ശേഷം സുപ്രഭ മഹർഷി ഈ പ്രദേശത്ത് തന്നെ തങ്ങുകയും നിത്യവും അടുത്തുള്ള താമരക്കുളത്തിൽ നിന്നും താമരപ്പൂക്കൾ പറിച്ചെടുത്ത് മാല കെട്ടി ഭഗവാനെ ചാർത്തുകയും പതിവായിരുന്നു. ഒരു ദിവസം ഭഗവാൻ മറ്റൊരാളുടെ രൂപത്തിൽ സുപ്രഭർ താമരപ്പൂക്കൾ പറിക്കുന്നത് യഥാവിധിയാണോ എന്നറിയാൻ പുറകെ കൂടി. സുപ്രഭ മഹർഷി താമരക്കുളത്തിൽ നിന്നും പൂക്കൾ ശേഖരിച്ച് തിരിയുമ്പോൾ പുറകിൽ മറ്റൊരാളെ കണ്ടു. പുറകിൽ നിന്നയാൾ സുപ്രഭനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. മഹർഷി അതിനെല്ലാം കൃത്യമായി ഉത്തരം നൽകിയതും ഭഗവാൻ യഥാർത്ഥ രൂപത്തിൽ മഹർഷിക്ക് മുമ്പിൽ പ്രത്യക്ഷനാവുകയും ചെയ്തു. ഇത് കണ്ട മഹർഷി തനിക്ക് പ്രത്യക്ഷനായ രീതിയിൽ തന്നെ ഇവിടെ കുടികൊള്ളണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. താമര പോലുള്ള കണ്ണുകളോട് കൂടിയവൻ എന്ന അർത്ഥത്തിൽ അരവിന്ദലോചനാർ എന്ന് ഭഗവാൻ അറിയപ്പെടുകയും ചെയ്തു. ഇങ്ങനെയാണ് ഇവിടുത്തെ ഭഗവാന് ദേവപിരാൻ എന്നും അരവിന്ദലോചനാർ എന്നുമൊക്കെ പേരുകളുണ്ടായതെന്നും ഐതിഹ്യം. ഇതൊക്കെ പ്രാദേശികമായ കഥകളുമാവാം. പാണ്ഡ്യരാജാക്കന്മാരുടെ സംഭാവനകളാണ് കൂടുതലും ഈ 2 ക്ഷേത്രങ്ങളിലും കാണാൻ കഴിയുക. ധാരാളം കൊത്തുപണികളും ശില്പങ്ങളും ഒക്കെയുണ്ട്.
തെക്കേ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് തെക്ക് കിഴക്കേ മൂലയിലായി അല്പം ഉയർന്ന ഒരു തറയിൽ മരച്ചുവട്ടിലായി ഒരു കൊച്ചു ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട്. നല്ല ഭംഗിയാണ് അത് കാണാൻ. തിരുമഞ്ജനം എന്നൊരു ചടങ്ങും ഇവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചു. ഉത്സവമൂർത്തിയുടെ വിഗ്രഹം പുറത്തെ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ചാണ് ഈ ചടങ്ങ് ഇവിടെ നടത്തുന്നത്. വിശേഷാൽ അഭിഷേകങ്ങളും അലങ്കാരങ്ങളും നിവേദ്യങ്ങളുമൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. അല്പം രഹസ്യ സ്വഭാവത്തിലുള്ള ഒരു ആചാരമാണിത്. മണ്ഡപത്തിന് ചുറ്റും പട്ടുകൊണ്ട് മറച്ചിട്ടുണ്ട്. ചടങ്ങുകളെല്ലാം പൊതുജനങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരുപാട് പൂജാരിമാരുമുണ്ടായിരുന്നു. ഈ ചടങ്ങിനായാണ് താമ്രപർണി നദിയിൽ നിന്നും വെള്ളം കോരിക്കൊണ്ടുവരുന്നത്. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലും ഇതേ ചടങ്ങ് നടക്കുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായും രഹസ്യമായ ചടങ്ങുകളാണ് അവിടെ നടക്കുക. തൃപ്പൂണിത്തുറയിലത് തിരുവഞ്ജനം എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. തമിഴ്നാട് ക്ഷേത്രങ്ങളിൽ തിരുമഞ്ജനം എന്നത് വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങാണ്. ധാരാളം ആളുകളും ഈ ചടങ്ങുകൾ ദർശിക്കാനായി ഉണ്ടാവും. ഈ ചടങ്ങ് കഴിഞ്ഞാൽ നേദിച്ച പ്രസാദം എല്ലാവർക്കും കൊടുക്കുന്ന ഒരു പതിവുണ്ട്. നല്ല സ്വാദുള്ള വ്യത്യസ്തമായ നിവേദ്യങ്ങളാണ്. 12 ആഴ്വാർമാരെയും ഈ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. വടക്കുഭാഗത്തെ അരവിന്ദലോചന ക്ഷേത്രത്തിൽ വളരെ വിശേഷമായിട്ടൊരു വഴിപാടുണ്ട്. സഹസ്രനാമങ്ങൾ നാമാവലിയായി 1008 നാമങ്ങൾ 1008 താമരപ്പൂക്കൾ കൊണ്ട് അരവിന്ദലോചന പെരുമാൾക്ക് അർച്ചന ചെയ്യുകയും താമരമാല ഭഗവാന് ചാർത്താൻ കൊടുക്കുകയും ചെയ്താൽ മാറാത്ത രോഗങ്ങൾ മാറുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുപോലെ ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു പ്രത്യേക മഞ്ഞപ്രസാദം രോഗദുരിതങ്ങൾക്ക് വളരെ നല്ലതാണ് എന്നും പറയപ്പെടുന്നു. രാഹുദോഷ കേതുദോഷ പരിഹാരത്തിനായി നിരവധി ആളുകൾ ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താറുണ്ട്. ഇവിടെ നിന്നും അടുത്തതായി നമ്മൾ പോകുന്നത് തേൻതിരുപ്പേരൈ എന്ന ക്ഷേത്രത്തിലേക്കാണ്. നവതിരുപ്പതി സർക്യൂട്ടിലെ 7ാമത് ക്ഷേത്രമാണ് തേൻതിരുപ്പേരൈ. ഏതാണ്ട് സന്ധ്യയോടുകൂടിയാണ് അവിടെ എത്തിയത്. ഇരട്ടൈ തിരുപ്പതി ക്ഷേത്രത്തിൽ നിന്നും 10 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. നവഗ്രഹങ്ങളിൽ ശുക്രൻ്റെ ഭാവമാണ് ഈ ക്ഷേത്രത്തിന്. ഭഗവാൻ ഇവിടെ മകര നെടുങ്കുഴൈക്കാതർ എന്നും ലക്ഷ്മീദേവി ഇവിടെ തിരുപ്പേരൈ നാച്ചിയാർ എന്നും അറിയപ്പെടുന്നു. ഇത് 88ാമത് ദിവ്യദേശമാണ്. ശ്രീദേവിയോടും ഭൂദേവിയോടുമൊപ്പം 4 കൈകളിൽ ശംഖും ചക്രവും അഭയവരതവുമായി ഇരിക്കുന്ന രീതിയിലാണ് ഭഗവാന്റെ വിഗ്രഹം നമുക്കിവിടെ ദർശിക്കാൻ കഴിയുക. ഭഗവാന്റെ കാതിലെ മത്സ്യാകൃതിയിലുള്ള മകരകുണ്ടലങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. ഭൂമിദേവിയുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ് ഈ മകരകുണ്ടലങ്ങൾക്ക് പിന്നിലുള്ളത്. ഇവിടെ ഭഗവാന് എതിർവശത്തുള്ള ഗരുഡൻ്റെ പ്രതിഷ്ഠ മുൻവശത്തല്ല, അല്പം അകന്നാണ്. കാരണം ക്ഷേത്രത്തിൻ്റെ വെളിയിൽ കുട്ടികൾ കളിക്കുന്നതും അവർ വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുന്നതുമൊക്കെ പെരുമാളിന് കാണുകയും കേൾക്കുകയും ചെയ്യണമത്രേ. അതുകൊണ്ടാണ് ഗരുഡനോട് അല്പം മുൻപിൽ നിന്ന് മാറിയിരിക്കാൻ ഭഗവാൻ ആവശ്യപ്പെട്ടത്. നമ്മ ആൾവാർ തൻ്റെ തിരുവായ്മൊഴി പാസുരത്തിൽ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുമുണ്ട്. നവതിരുപ്പതി ക്ഷേത്രങ്ങളിലെ ഏറ്റവും വലിയ ഗരുഡവാഹനവും ഈ ക്ഷേത്രത്തിലെയാണ്. താമ്രപർണി നദിയുടെ തെക്കേ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് മുൻപിലായി അഗ്രഹാരം പോലെ വിശാലമായ ഒരു തെരുവുണ്ട്. മുൻപിലായി 3 നിലകളിലായുള്ള രാജഗോപുരം. ഇവിടെ ലക്ഷ്മീദേവിക്കും ഭൂമിദേവിക്കും പ്രത്യേകം ശ്രീകോവിലുകളുമുണ്ട്. കൂടാതെ 12 ആൾവാർമാർ, രാമാനുജർ, ശ്രീകൃഷ്ണൻ, നരസിംഹം തുടങ്ങിയ ഉപദേവതമാരെയും കാണാം. ഇവിടെ ക്ഷേത്രത്തിലൊരു ഗോശാലയും പ്രത്യേകം നന്ദാവനവുമൊക്കെയുണ്ട്. ക്ഷേത്രത്തിന് മുൻവശത്തായി ഒരു തെങ്ങിൻ തോപ്പിൽ നിറയെ പശുക്കളെ ഇങ്ങനെ മേയാൻ വിട്ടിരിക്കുന്നതും കാണാം. അതും മതിൽക്കെട്ടിനുള്ളിൽ തന്നെ. സ്വാമി തിരുനാമം മകര നെടുങ്കുഴൈക്കാതൻ. മകരായത കർണപാശർന്ന് സാൻസ്ക്രിറ്റിൽ திருநாமம். மகரம்னா மீன், குழைனா காது. பெருமாளுக்கு நீண்ட பெரிய காது. தன்னோட காதில் மத்ஸ்யஸ்வரூபியான மீன் வடிவிலான மகர குண்டலம் பெருமாள் சாத்தின்னு இருக்கிறதுனால மகர நெடுங்குழைக்காதன் மாயன் அப்படின்னு மங்களாசாசனம் நம்மாழ்வாரால் 11 பாசனம் மங்களாசாசனம் பண்ணிருக்க இந்த திவ்யதேசம். தென் திருப்பேரையில் சேர்வன்னானே அப்படின்னு இந்த திவ்யதேசத்தை ஊர் க்ஷேத்திரத்தையும் மங்களாசாசனம் பண்ணியிருக்கார். பெருமாள் வீற்றிருந்த அமர்ந்த கோலம் ஆஹ்வான ஹஸ்தம் வா என்று அழைத்து என் திருவடியை சரணடைன்னு சரணாகதி கத்தியமாக வீற்றிருந்த அமர்ந்த கோலமாக பெருமாள் சிவசாய்க்கிறார். ஸ்ரீதேவி பூமாதேவி அவளும் வீற்றிருந்த அமர்ந்த கோலமாக சிவசாய்க்கிறார். உற்சவர் திருநாமம் நிகரில் முகில்வண்ணன், வானப்பிரான், மணிவண்ணன், கண்ணன்னு உற்சவர் திருநாமம். பெருமாள் பெயரில் ஒரு தாயார் குழைக்காத நாச்சியார், திருப்பேர நாச்சியார்னு க்ஷேத்திர தாயார்.
தாயாரோட பெயர் தான் இந்த ஊருக்கு தென் திருப்பேரை, பேராபுரநாயகின்னு க்ஷேத்திர மகாலட்சுமி. நவதிருப்பதியில் 7வது திருப்பதி, 108 வைணவ திருத்தலங்களில் 53வது திவ்யதேசம், நவக்கிரகங்களில் சுக்கிரனுக்கு அதிபதியான பெருமாள். எல்லா பெருமாள் சன்னதிகள்லையும் பெருமாளுக்கு நேராக சன்னதி கருடன் இருப்பார். இந்த ஒரு க்ஷேத்திரத்தில் மட்டும் கருடர் நேராக இல்லாமல் இடதுபுறமாக விலகி இருக்க. தெரு வீதிகளில் விளையாடக்கூடிய குழந்தைகளோட விளையாட்டை பெருமாள் பார்க்கணும், குழந்தைகள் சொல்லக்கூடிய வேத சப்தங்களை பெருமாள் கேட்கணுன்றபடினாலையும் நம்மாழ்வார் பாசுரம் வேத ஒளியும் விழா ஒளியும் பிள்ளைக்குழா விளையாட்டொளியும் வரா திருப்பேரையில் சேர்வண்ணானேன்னு சுவாமி நம்மாழ்வாரோட பாசுரத்துக்கு ஏற்றாப்புலே குழந்தைங்க விளையாடுற விளையாட்டெல்லாம் பெருமாள் பார்க்கணும். பகவத்கீதையில் கிருஷ்ணர் அர்ஜுனனுக்கு உபதேசம் பண்ணும்பொழுது வேதானாம் சாமவேதோஸ்மின்னு சொல்கிறார். வேதத்தில் நான் சாமவேதமாக இருக்கிறேன். அப்பேற்பட்ட சாமவேதத்தில் ஒரு 100 சாக்கைகள், 100 பிரிவு உண்டு. அதில் தலைமையான சாக்கை ஜெய்மினிய சாக்கைன்னு சொல்லக்கூடிய சாக்கை. அந்த ஜெய்மினிய சாக்கை இந்த க்ஷேத்திரத்தில் உள்ள ஸ்ரீ வைஷ்ணவா எல்லாருமே அந்த வாத்து குழந்தையெல்லாம் அந்த தென்னை தெருவில் விளையாடும் போது ஜெய்மினி சாக்கைகளை சொல்லி தான் விளையாடுவாங்க. ஸோ அந்த விளையாடுற குழந்தைகளெல்லாம் நான் பார்க்கணும். அந்த விளையாடும் போது சொல்லக்கூடிய ஜெய்மினி சாம வேத சப்தங்களை பெருமாள் கேட்கணுன்றபடினாலே கருடனை இடதுபுறமாக சுவாமி நியமிச்சிருக்கார். பிருகு மார்க்கண்டேயன் பிரம்மாதி தேவர்களுக்கு பிரத்யட்சமான பெருமாள் நம்மாழ்வார் மணவாள மாமுனிகளால் மங்களாசாசனம். வைணவ திருத்தலங்களின் முதல் திருத்தலமான ஸ்ரீரங்கம் ரங்கநாதருக்கு அடுத்தபடியாக பாடல் பெற்ற தலம். ஸ்ரீரங்கம் ரங்கநாதர் பாடும்போது முகில்வண்ணன் அடியை அடைந்தருள் சூடி வைந்தவன் முகில்வண்ண வானத்தை இமையவர் சூழவிருப்பர் பேரின்ப வெள்ளத்தேன்னு அங்கே நாயிகா பாவத்தில் பெருமாள் அங்கே முகில்வண்ணன் அழகு பொருந்தியவன் அப்படின்னு வர்ணிக்கிறார். இந்த பெருமாள் அதுக்கு அடுத்தபடியாக பாடும்போது நிகரில் முகில்வண்ணன் நேமியான் என் நெஞ்சம் கவர்ந்தனை ஊழியானேன்னு ஈடு இணையில்லாத அழகு பொருந்தியவராக நம்மாழ்வார் மங்களாசாசனம் என்ற ஸ்ரீபத்ர விமானம், கூடுபுணல் தீர்த்தம், சங்க தீர்த்தம், வருண தீர்த்தம்னு தாமிரபரணி தீர்த்தம், வில்வ மரம் தான் இந்த க்ஷேத்திரத்தில் ஸ்தல விருட்சமாக சொல்லப்படுது. பெருமாளும் தாயாரும் சேர்ந்து பேசின்னு இருக்க வேளையில் துர்வாசர் வர, அதாவது பூமாதேவிக்கு ஒரு ஏக்கம், எப்போதும் பெருமாள் ஸ்ரீதேவி பக்கமே பற்று கொண்டுருக்காரே, நம்ம பக்கம் திரும்ப மாட்டேங்கிறாரேன்னு ஒரு ஏக்கம். அதான் அப்போ அந்த ஏக்கம் வந்தோடனே துர்வாச முனிவர்கிட்ட போயிட்டு இதுக்கு நீர் தான் வழிக்கு சொல்லணும் அப்படின்னு சொல்கிறேன். அப்படி சொல்லும்போது துர்வாசர் நீ போமா, நானே இதுக்கு நேரில் வந்து வழி வகுக்கிறேன் அப்படின்னு சொல்லி பூமாதேவி அனுப்பி வச்சிடுறேன். வந்த பூமாதேவி இந்த ஒரு க்ஷேத்திரத்தில் மட்டும் கழுத்து திரும்பிய பாவனையில் பெருமாளோட அழகு மமதையிலும் ஈடுபட்டுருக்கா. அப்படி வந்தபோது துர்வாசர் பின்னாடி வரும்பொழுது வந்த துர்வாசரை உபசரிக்கலை. வாங்க உட்காருங்கன்னு உபசரிக்காத காரணத்தினால உன்னுடைய கர்வத்தினால தான், அழகு கர்வத்தினால தான் நீ உபசரிக்கலை, உன்னுடைய திருமேனி மொத்தம் கருப்பாகப்படட்டும்னு தாயாருக்கு சாபம். சாப விமோக்ஷனமாக தட்சிண கங்கைன்னு தாமிரபரணிக்கு பேர். அந்த தட்சிண கங்கையில் 18 வருட காலம் அஷ்டாட்சர மந்திரம்னு சொல்லக்கூடிய ஓம் நமோ நாராயணாயான்ற மந்திரத்தை தாயார் ஜபிச்சுட்டு வரா. இப்படி ஜபிச்சுட்டு வரும்பொழுது பங்குனி மாதம் பௌர்ணமி திதியும் உத்தரபல்குனி நட்சத்திரமும் சேர்ந்த நன்னாளில் தாயாருக்கு அந்த மீன் வடிவிலான மகர குண்டலம் ஆற்றங்கரையில் கிடைக்கிறது. அந்த யார் காதில் பிறந்துறதோ அவரையே நான் விவாகம் பண்ணிக்கிறேன்னு தாயார் பிரார்த்திக்க, பெருமாளே தான் இந்த க்ஷேத்திரத்தில் நேரில் வந்து தான் அந்த மகர குண்டலத்தை வாங்கி காதில் சாத்தின்றதுனால தான் மகர நெடுங்குழை காதன் மாயன்னு மங்களாசாசனம். பெருமாளோட திருவடியும் தாயாரோட திருவடியும் இந்த க்ஷேத்திரத்தில் இருந்ததுனால ஹரிபத க்ஷேத்திரம்னு பூர்வத்தில் பேர். தாயார் தபஸ் பண்ணதுனால திருப்பேரை, திருன்னா மகாலட்சுமி, பேரைனாக்கா சரீரம் உடலமைப்பு, திருப்பேரை தென்பக்கமாக இருக்கக்கூடியதுனால தாயார் தபஸ் பண்ண க்ஷேத்திரனால திருப்பேரை, தாயாரோட உடலமைப்பின் பிரகாரம் இந்த க்ஷேத்திரம் அமைஞ்சதுனாலையும் தென்பக்கமாக இருக்கக்கூடியனாலேயும் தென் திருப்பேரையில் சேர்வண்ணானேன்னு நம்மாழ்வார் மங்களாசாசனம். வெள்ளச்சுரிசங்கூட ஆளியேந்தி தாமரை கண்ணனன் நெஞ்சினூடே புள்ளைக் கடாகன் ஆற்றைக்கானீர் என் சொல்லிச் சொல்லுகே நன்னமீர்கள் வெள்ளச் சுகபவன் வீற்றிருந்த வேத ஒளியும் விழா ஒளியும் பிள்ளைக்குழா விளையாட்டொளியும் வரா திருப்பேரையில் சேர்வண்ணானேன்னு திருவாய்மொழி 7ஆம் பத்து 3ஆம் பதிகத்தில் 11 பாசுரம் நம்மாழ்வார் மங்களாசாசனம். അടുത്തതായി സന്ദർശിച്ച ക്ഷേത്രം തിരുക്കോലൂർ വൈതമാനിധി പെരുമാൾ ക്ഷേത്രമാണ്. തേൻതുരുപ്പേരയിൽ നിന്നും 5 കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടേക്കുള്ളത്. നവതിരുപ്പതി ക്ഷേത്രങ്ങളിൽ 8ാമത്തേതും നവഗ്രഹങ്ങളിൽ ചൊവ്വയുടെ സ്ഥാനവുമാണ് ഈ ക്ഷേത്രത്തിന്. ലക്ഷ്മീദേവിയും ഭൂമിദേവിയും കുമുദവല്ലി നാച്ചിയാർ, കോലൂർ വള്ളി നാച്ചിയാർ എന്നിങ്ങനെ അറിയപ്പെടുന്നു. അനന്തശയന രൂപത്തിലാണ് ഭഗവാനെ ഇവിടെ ദർശിക്കാൻ കഴിയുക. ഇവിടെ ലക്ഷ്മീദേവിക്കും ഭൂമിദേവിക്കും പ്രത്യേകം ശ്രീകോവിലുകളുമുണ്ട്. കൂടാതെ മധുരകവി ആൾവാർക്കും ഇവിടെ പ്രത്യേകം പ്രതിഷ്ഠയുണ്ട്. താമ്രപർണി നദിയുടെ തെക്കേ കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 12 ആൾവാർമാരിൽ മധുരകവി ആൾവാറുടെ ജന്മസ്ഥലം കൂടിയാണ് ഈ പ്രദേശം.
ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണിത്. ഐതിഹ്യമനുസരിച്ച് ഒരിക്കൽ കുബേര ഭഗവാൻ മഹാദേവനെ ദർശിക്കാനായി കൈലാസത്തിലെത്തിയ സമയം പാർവതീദേവിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയ കുബേര ഭഗവാൻ ഒരു കണ്ണുകൊണ്ട് പാർവതീദേവിയെ ശൃംഗാരഭാവത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. കുബേര ഭഗവാന്റെ നോട്ടത്തിൽ അടങ്ങിയിരിക്കുന്ന ശൃംഗാരഭാവം മനസ്സിലാക്കിയ പാർവതീദേവിക്ക് കോപം വരികയും തന്നെ നോക്കിയ കുബേരൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയും കുബേരൻ്റെ നവനിധികൾ നഷ്ടപ്പെടുകയും ചെയ്യട്ടെ എന്ന് ശപിച്ചു. ശാപമോക്ഷത്തിനായി കാൽക്കൽ വീണ് തൻ്റെ തെറ്റിന് മാപ്പപേക്ഷിച്ച കുബേരനോട് തിരുക്കോലൂരിൽ പോയി താമരപർണി നദിയിൽ കുളിച്ച് അവിടെയുള്ള ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കൂ. കുബേരനെ വിട്ടുപോയ നവനിധികളും അവിടെ ഉണ്ടാകും. ഭഗവാൻ അനുഗ്രഹിച്ചാൽ അത് തിരികെ കിട്ടുമെന്നും അറിയിച്ചു. ഈ നവനിധികളും ഇവിടെ ഭഗവാനിൽ വന്നു ചേർന്നതുകൊണ്ടാണ് വൈതമാനിധി പെരുമാൾ എന്നൊരു പേര് ഭഗവാനുണ്ടായത്. അങ്ങനെ ശാപമോക്ഷത്തിനായി ഇവിടെ എത്തി പ്രാർത്ഥിച്ച കുബേരന് ഭഗവാൻ ഒരു മരത്തിൻ്റെ അളവ് പാത്രം കൊണ്ട് അളന്ന് കുബേരൻ്റെ സമ്പത്തിൻ്റെ ഒരു ഭാഗം തിരിച്ചു നൽകി. എന്നാൽ ഒരു ഭാഗം ഭഗവാൻ ഇവിടെ സൂക്ഷിക്കുകയും ചെയ്തു. ഒരു മരത്തിൻ്റെ അളവ് പാത്രം പ്രധാന വിഗ്രഹത്തിൻ്റെ ശിരസിനടിയിൽ ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്നു. ഇവിടുത്തെ വിഗ്രഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഭഗവാൻ തൻ്റെ കൈകളിലേക്ക് നോക്കി സമ്പത്തിൻ്റെ വരവ് ചെലവ് കണക്കുകൾ കൈവിരലുകൾ കൊണ്ട് എണ്ണി നോക്കുന്ന രീതിയിലാണ് കാണുന്നത്. നവനിധികളിൽ ഒരു ഭാഗം ഇവിടെയുണ്ടെന്ന വിശ്വാസത്താൽ ഇവിടെ വൈതമാനിധി പെരുമാളിനെ സമ്പത്തിനു വേണ്ടിയും ആളുകൾ ആശ്രയിച്ചു വരുന്നു. തിരുക്കോലൂരുമായി ബന്ധപ്പെട്ട് തമിഴിൽ തിരുക്കോലൂർ പെൺപിളൈ രഹസ്യം എന്നൊരു പ്രധാന കൃതി തന്നെയുണ്ട്. ഇവിടെ ഒരിക്കൽ ദർശനത്തിനായി എത്തിയ രാമാനുജനും ഇവിടുത്തെ ഒരു സാധാരണക്കാരിയായ മോരുവിൽപ്പനക്കാരിയുമായുള്ള സംവാദമാണ് കൃതിയിലെ ഇതിവൃത്തം. രാമാനുജരുടെ വളരെ പ്രയാസമേറിയ 81 ചോദ്യങ്ങൾക്കും ആ പെൺകുട്ടി വളരെ സമൃദ്ധമായി മറുപടി പറയുകയും ചെയ്യുന്നു. ഭാഗവതം, രാമായണം, മഹാഭാരതം എന്നിവയിലെ മനുഷ്യജീവിതത്തിലെ ആന്തരിക സത്തകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു അതെല്ലാം. വളരെ പ്രാധാന്യമുള്ള വായിച്ചിരിക്കേണ്ട ഒരു കൃതി തന്നെയാണ് തിരുക്കോലൂർ പെൺപിളൈ രഹസ്യം. സാമാന്യം വിശാലമായ ധാരാളം കൊത്തുപണികളോടുകൂടിയ ഒരു ക്ഷേത്രസങ്കേതമാണിത്. ഈ ക്ഷേത്രത്തിന് രാജഗോപുരമില്ല. ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ധാരാളം കൊത്തുപണികൾ നിറഞ്ഞ ഒരു ചെറിയ മണ്ഡപവും കാണാം. ക്ഷേത്രത്തിനുള്ളിലൂടെ ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് വരുമ്പോഴാണ് മറ്റൊരു കാഴ്ച കണ്ടത്. രാവിലെ പെരുമാൾക്ക് അഭിഷേകത്തിനും നിവേദ്യത്തിനുമൊക്കെയായുള്ള പാൽ കറന്നെടുക്കുന്ന കാഴ്ചയാണിത്. കറവക്കാരൻ മാറിയിട്ട് വേണം കുഞ്ഞിക്കിടാവിന് പാൽ കുടിക്കാൻ. കൗതുകമുള്ളൊരു കാഴ്ച. സ്വാമി, இந்த கோயிலுக்கு பேர் திருக்கோளூர் வைத்தமானதி பெருமாள் திருக்கோவில் பேர். இந்த கோயிலுக்கு ஹிஸ்ட்ரி கொஞ்சம் சொல்ல முடியுமா? சொல்கிறோம். ஒரு சமயம் பார்வதியும் பரமேஸ்வரனும் தனியாக இருக்கும்போது பார்வதியை பார்த்து குபேரன் சிரிச்சிற அழகில் வாங்கி உடனே பார்வதி சாபம் விட்டுறா, உடனே ஆணவம் செல்வம் எல்லாமே அழிஞ்சு போக கிடையாதுன்னு திரும்ப பரிகாரம் கேட்கும்போது இந்த திவ்யதேசத்தில் பெருமாளை தபஸ் பண்ணி திருவாராதனம் பூஜைகள் செய்து இழந்த செல்வத்தை இந்த பெருமாள் திரும்பவும் குபேரன் கொடுக்கறதுனால இந்த திவ்யதேசம் குபேர க்ஷேத்திரம், குபேர பெருமாள், குபேர தீர்த்தம், குபேர விமானம்னு பேர். படியளக்கும் பெருமாள்னு பெருமாள் பேர். வைகான சாகமம், மதுரவியாழ்வார் அவதாரத்தலம், நம்மாழ்வாருக்கும் குபேரனுக்கும் பெருமாள் காட்சி கொடுத்ததுனால காட்சி கொடுத்த திவ்யதேசம். 108ல் 60, நவதிருப்பில் 8வது திருப்பதி சுபம். ஆதிசேஷன் மேலே பெருமாள் சயனிச்சுன்னு இருக்கார். போகசயனம்னு பேர். கண்ணினும் சிறுத்தாம்பினால் கட்டுண்ண பண்ணி பெருமாயன் எண்ணப்பனில் அன்னித்தெந்துரகோர் எண்ணக்கால் அந்நிற்கு அமுதூரும் என் அவர்கடு நம்மாழ்வாரியே பெருமாளன் நினச்சி பாடிய ஆழ்வார் மதுரகவி ஆழ்வார். இந்த ஊரில் திருக்கோளூங்கிற க்ஷேத்திரத்தில் திறந்த ஆழ்வார். தெய்வம் மற்றறியேன் குருகூர் நம்பி உன்னத்தவர் எனக்கு யாரும் வேண்டாம், பெருமாளும் கூட வேண்டாம், நீ தான் எனக்கு அப்படின்னு உன்னையே நம்மாழ்வாரையே பெருமாளால் நினச்சி பாடியவர் மதுரகவி ஆழ்வார். அவதார ஸ்தலம் 4011 பாசத்தில் அடக்கியவர். விசேஷமான ஆழ்வார். நம்மாழ்வாரையே பேச வைத்த ஆழ்வார். 16 வயசு வரையும் பேசாமல் இருந்தார் நம்மாழ்வார். அவரை பேச வச்சார். அதனால் ரொம்ப விசேஷமான ஆழ்வார். இவரை சேவிச்சா படிப்பு நல்லா வருங்கிறது ஒரு ஐதீகம்.
വിശേഷമാണ് ആഴ്വാർ. ഈ ക്ഷേത്രങ്ങളെക്കുറിച്ചൊന്നും ഇങ്ങനെ വിവരിച്ചാൽ മതിയാവുന്നതല്ല. കാരണം അത്രയധികം പ്രത്യേകതകളും ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതുമായ സങ്കേതങ്ങളാണ് ഓരോന്നും. ഇവിടുത്തെ വാസ്തുവിദ്യകളെക്കുറിച്ചും മറ്റു ചരിത്രങ്ങളെക്കുറിച്ചുമൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ വീഡിയോ തീർക്കാൻ സാധിക്കില്ല. പിന്നെ എല്ലാവർക്കും ഒരുപക്ഷെ അത് ഇഷ്ടപ്പെട്ടു എന്നും വരില്ല. അടുത്തതായി നമ്മൾ പോകുന്നത് നവതിരുപ്പതി സർക്യൂട്ടിലെ 9ാമത് ക്ഷേത്രമായ ആൾവാർ തിരുനഗരിയിലേക്കാണ്. നവതിരുപ്പതി ക്ഷേത്രങ്ങളിൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണിത്. അവിടുത്തെ കാഴ്ചകളും പ്രത്യേകതകളും ഐതിഹ്യങ്ങളുമൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് അടുത്ത അധ്യായത്തിൽ അവിടുത്തെ വിശേഷങ്ങൾ മനസ്സിലാക്കാം.